ആ ഒരു ഫൈൻ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. ഇത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല. ആദ്യമായിട്ടൊരു മലയാളി ഒരു ഹിന്ദി സ്ഥലത്തേക്ക് ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് പ്രശ്നം അങ്ങനെ ഗംഭീര പ്രശ്നമായിട്ടല്ല. എന്നാലും നമുക്ക് ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങൾ മുമ്പേ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഈ ഒരു എപ്പിസോഡിൻ്റെ ഹിന്ദിയുടെ പ്രത്യേകതകളെക്കുറിച്ചുള്ള എപ്പിസോഡ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശവും അതുതന്നെയാണ്. അതായത് ഒരു പുതുതായിട്ടൊരു മലയാളി, ഹിന്ദി അറിയുന്ന മലയാളി തന്നെ ഹിന്ദി സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ചില വാക്കുകൾ അവന് വേറൊരു അർത്ഥം, അവിടെ സാധാരണ യൂസ് ചെയ്യുന്ന അർത്ഥമല്ലാണ്ട് അതിൽ നിന്ന് വേറിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന മലയാള സമാന പദത്തിൻ്റെ അർത്ഥം അത്